പെബിൾസ് മലയാളം. ഒരു സ്കൂൾ ചെന്ന് കാണാം. ഇതാണ് സ്കൂൾ കെട്ടിടം. ഈ സ്കൂൾ കെട്ടിടങ്ങൾക്കരികിലായി ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഈ സ്കൂൾ കെട്ടിടത്തിനകത്തേക്ക് ചെന്ന് അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് റിസപ്ഷൻ അഥവാ സ്വീകരണമുറി. ഇവരാണ് റിസപ്ഷനിസ്റ്റ്. ഇതാണ് സ്കൂളിന്റെ ഓഫീസ്. ഇവിടെ ധാരാളം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്. സ്കൂൾ ഫീസ് ഇവിടെയാണ് അടയ്ക്കുന്നത്. ഇതാണ് പ്രിൻസിപ്പലിന്റെ മുറി. ഇതാണ് സ്റ്റാഫ് റൂം. സ്കൂളിലെ അധ്യാപകരെല്ലാവരും ഇവിടെ കൂടിയിരുന്ന് എന്തോ ചർച്ച ചെയ്യുകയാണ്. ഇതാണ് ലൈബ്രറി, വായനശാല. ഇദ്ദേഹമാണ് ലൈബ്രറിയൻ. ലൈബ്രറി ഒരു ശാന്തമായ സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം. ഇതൊരു ലബോറട്ടറിയാണ്. ഇതാണ് കമ്പ്യൂട്ടർ ലാബ്. വിദ്യാർത്ഥികൾ ഇവിടെ ഇരുന്നാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഇതാണ് അസംബ്ലി ഹാൾ. കലാപരിപാടികളും മീറ്റിംഗുകളും ഇവിടെയാണ് നടക്കുന്നത്. ഇതൊരു ബുക്ക് ഷോപ്പാണ്. നോട്ട് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും പെൻസിലും പേനയും ഒക്കെ ഇവിടെ കിട്ടും. ഇതൊരു മെഡിക്കൽ റൂമാണ്. ഇവിടെ വെച്ചാണ് ഡോക്ടർ വിദ്യാർത്ഥികളെ പരിശോധിക്കുന്നത്. ഇതാണ് കളിസ്ഥലം. ഈ മൈതാനത്തിൽ ഓടിക്കളിക്കാൻ നല്ല രസമായിരിക്കും. ഇവിടെ നമുക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നിങ്ങനെയുള്ള ഒരുപാട് കളികൾ കളിക്കാം. ഇതാണ് ക്ലാസ് മുറി. ടീച്ചർ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാം. കുട്ടികൾ ടീച്ചർ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് കണ്ടില്ലേ? ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ അനാവശ്യമായി സംസാരിക്കരുത്. ഈ ക്ലാസ് മുറിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ബ്ലാക്ക് ബോർഡ്. ഇതൊരു കസേരയാണ്. ഇതൊരു മേശയാണ്. ഇത് രജിസ്റ്റർ. ഇതാണ് ഡസ്റ്റർ. ഇതൊരു സ്റ്റൂളാണ്. ഇതൊരു ഡെസ്കാണ്. ഇതൊരു ബെഞ്ചാണ്. ഇത് ഒരു പേപ്പർ ഷീറ്റ്. ഇതൊരു പെൻസിലാണ്. ഇത് മായ്ക്കാനുള്ള എറേസർ. ഇതൊരു ചാർട്ട്. ഇതൊരു ഭൂപടം അല്ലെങ്കിൽ മാപ്പാണ്. ഇതൊരു പശക്കുപ്പിയാണ്. ഇതൊരു സ്ലേറ്റ് ആണ്. ഇതൊരു കോൾ ബെല്ലാണ്. ഇത് പേന. ഇത് പഞ്ചിങ് മെഷീൻ. ഇത് ബോൾ പെന്നാണ്. ഇതാണ് സ്റ്റേപ്ലർ. ഇത് ബ്രഷ്. ഇവയാണ് ക്രയോണുകൾ. ഇവ ചോക്ക് പീസുകളാണ്. ഇത് നോട്ട്ബുക്ക്. ഇത് സ്കെയിൽ. ഇത് ഗ്ലോബ് അഥവാ ഭൂഗോളം. പെബി ഇൻ ദ പ്ലാനറ്റേറിയം. പ്ലാനറ്റേറിയത്തിൽ പെബി. കൂട്ടുകാരെ, പ്ലാനറ്റേറിയത്തിലേക്ക് സ്വാഗതം. പ്ലാനറ്റേറിയം എന്നത് ഒരു പ്രത്യേകതരം തിയേറ്ററാണ്. ഇതിന്റെ മേൽക്കൂരയാണ് തിരശ്ശീലയാകുന്നത്. തിയേറ്ററിന്റെ നടുവിലായി ഒരു പ്രത്യേകതരം മെഷീനുണ്ട്. ഈ മെഷീനാണ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ബഹിരാകാശത്തെ മറ്റു കാഴ്ചകളുടെയും ഒക്കെ പടങ്ങൾ മുകളിലുള്ള തിരശ്ശീലയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. നക്ഷത്രങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പഠിക്കുന്നവർ ജ്യോതിശാസ്ത്രജ്ഞർ എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ ഏതൊരു ഭാഗത്തും രാത്രി സമയത്ത് ആകാശം എങ്ങനെയിരിക്കുമെന്ന് കാണിച്ചു തരാൻ പ്ലാനറ്റേറിയത്തിലുള്ള സജ്ജീകരണങ്ങൾക്ക് കഴിയും. കുറച്ചുകാലം മുൻപ് വരെ നമ്മുടെ സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. മെർക്കുറി ബുധൻ, വീനസ് ശുക്രൻ, എർത്ത് ഭൂമി, മാർസ് ചൊവ്വ, ജൂപ്പിറ്റർ വ്യാഴം, സാറ്റൺ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 2006-ൽ പ്ലൂട്ടോ ഒരു ഗ്രഹമല്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതിനാൽ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പേര് മാറ്റുകയുണ്ടായി. ഇനി ഈ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ. ബുധൻ, മെർക്കുറി. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് മെർക്കുറി അഥവാ ബുധൻ. ഇതാണ് 8ാമത്തെ വലിയ ഗ്രഹം. ബുധഗ്രഹത്തിന്റെ വ്യാസം സൗരയൂഥത്തിലുള്ള ഗാനിമിഡ്, ടൈറ്റൻ എന്നീ പ്രകൃത്യാലുള്ള ഉപഗ്രഹങ്ങളെക്കാൾ കുറവാണ്. സൂര്യനിൽ നിന്നും 2ാമത്തെ ഗ്രഹമാണ് വീനസ് അഥവാ ശുക്രൻ. ഇതാണ് 6ാമത്തെ വലിയ ഗ്രഹം. സൂര്യനിൽ നിന്നും 3ാമത്തെ ഗ്രഹമാണ് ഭൂമി, എർത്ത്. ഭൂമിയാണ് 5ാമത്തെ വലിയ ഗ്രഹം. നമ്മളെല്ലാവരും ഈ ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രൻ ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചൊവ്വാഗ്രഹം മാർസ്
സൂര്യനിൽ നിന്നും 4ാമത്തെ ഗ്രഹമാണ് ചൊവ്വ. ഇതാണ് 7ാമത്തെ വലിയ ഗ്രഹം. റോമക്കാരുടെ യുദ്ധദേവന്റെ പേരാണ് മാർസ്. ഈ പേരാണ് ചൊവ്വയ്ക്ക് നൽകിയിരിക്കുന്നത്. ജൂപ്പിറ്റർ, വ്യാഴം. സൂര്യനിൽ നിന്നും 5ാമത്തെ ഗ്രഹമാണ് വ്യാഴം. നവഗ്രഹങ്ങളിൽ ഇതാണ് ഏറ്റവും വലിയ ഗ്രഹം. മറ്റെല്ലാ ഗ്രഹങ്ങളെയും ഒരുമിച്ച് വെച്ചാൽ അതിന്റെ ഇരട്ടി വലിപ്പമുണ്ട് ജൂപ്പിറ്റർ എന്ന വ്യാഴത്തിന്. റോമൻ ദൈവങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന ജൂപ്പിറ്ററിന്റെ പേരാണ് വ്യാഴഗ്രഹത്തിന്. ആകാശത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ വെളിച്ചം വിതറുന്ന ഗ്രഹങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണിത്. ശനി, സാറ്റൺ. സൂര്യനിൽ നിന്നും 6ാമത്തെ ഗ്രഹമായ ശനിയാണ് 2ാമത്തെ വലിയ ഗ്രഹം. യുറേനസ്. സൂര്യനിൽ നിന്നും 7ാമത്തെ ഗ്രഹമാണ് യുറേനസ്. വ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് 3ാമത്തെ വലിയ ഗ്രഹം. നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും 8ാമത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. വ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് 4ാമത്തെ വലിയ ഗ്രഹം. യുറേനസിനേക്കാളും വ്യാസം കുറവാണെങ്കിലും നെപ്റ്റ്യൂണിന്റെ ഭാരം കൂടുതലാണ്. പ്ലൂട്ടോ. പ്ലൂട്ടോ ഒരു കാലത്ത് സൗരയൂഥത്തിലെ അംഗമായിരുന്നു. ഇപ്പോൾ അതിനെ ഒരു കുള്ളഗ്രഹം, ഡ്വാർഫ് പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്. ഗ്രഹം എന്ന പദവി നഷ്ടപ്പെട്ട പ്ലൂട്ടോയുടെ ഇപ്പോഴത്തെ പേര് 134340 പ്ലൂട്ടോ എന്നാണ്. പെബി ഓൺ ദി റോഡ്. റോഡിൽ പെബി. നമ്മൾ എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷമായി കഴിയുവാൻ വഴിയൊരുക്കുന്നത് നിയമങ്ങളാണ്. ഓരോരുത്തരും നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. ചുമന്ന വിളക്ക് കത്തുമ്പോൾ നിൽക്കുക, അല്ലെങ്കിൽ അപകടമുണ്ടായേക്കാം. മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ പുറപ്പെടാൻ തയ്യാറാവുക. പച്ച വിളക്ക് കത്തുമ്പോൾ മാത്രമേ സീബ്ര ക്രോസ് വഴി നടന്നു തുടങ്ങാവൂ. അപകടം പിടിച്ച സ്ഥലങ്ങളിലുള്ള മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും ഫുട്പാത്തിലൂടെ തന്നെ നടക്കുവാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും റോഡിൽ നിന്നുകൊണ്ട് കളിക്കരുത്. ഇത് അപകടം വിളിച്ചു വരുത്തും. ഇടത്തോട്ടും വലത്തോട്ടും പിന്നീട് വീണ്ടും ഇടത്തോട്ടും നോക്കിയ ശേഷമേ റോഡ് മുറിച്ചു കടക്കാവൂ. റോഡ് മുറിച്ചു കടക്കുവാനായി അടയാളപ്പെടുത്തിയിട്ടുള്ള സീബ്ര ക്രോസിംഗ് ഉപയോഗിക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ പുറകെ ഓടിച്ചെല്ലരുത്. എല്ലായ്പ്പോഴും വരിയായി ക്യൂ നിൽക്കണം. ആരെയും പിടിച്ചുന്തരുത്, അവർക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ. കുട്ടികളെ, ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന പലതരം വാഹനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വ്യോമഗതാഗതത്തിനുള്ള വാഹനങ്ങൾ. ഇവയൊക്കെയാണ് സാധാരണയായി നാം ആകാശത്ത് കാണുന്ന വാഹനങ്ങൾ. ചിലത് ആൾക്കാരെ കൊണ്ടുപോകാനുള്ളതും ചിലത് വെറുതെ തമാശയ്ക്ക് വേണ്ടി മാത്രം പറപ്പിക്കുന്നവയുമാണ്. ഇതാണ് എയ്റോപ്ലെയിൻ, വിമാനം. ഇതാണ് റോക്കറ്റ്. ഇതാണ് ഹെലികോപ്റ്റർ. ഇതൊരു ഹോട്ട് എയർ ബലൂൺ ആണ്. ഇതാണ് ഹാങ് ഗ്ലൈഡർ. റോഡ് ഗതാഗതത്തിനുള്ള വാഹനങ്ങൾ. ഇതാണ് ടെമ്പോ വാൻ. സാധനങ്ങൾ കൊണ്ടുപോകാനും ഉപയോഗിക്കാം. ഇതൊരു ലോറിയാണ്. ഇതിലാണ് ഭാരിച്ച ചരക്കുകൾ കൊണ്ടുപോകുന്നത്. ഇത് ഒരു ട്രാക്ടറാണ്. വയലുഴുവാനും സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാനും ഇത് ഉപകരിക്കും. ഇതൊരു ബസ്സാണ്. ആൾക്കാരെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള വാഹനമാണ് ബസ്. ഇതൊരു മോപ്പെഡാണ്. മോപ്പെഡിൽ 2 പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു സ്കൂട്ടറാണ്. ഇത് മോട്ടോർ ബൈക്ക്. ഇതാണ് ജീപ്പ്. ഇത് ഒരു ഓട്ടോറിക്ഷയാണ്. ഇതാണ് ആംബുലൻസ് വാഹനം. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു വാഗനാണ്. ഇത് ടാങ്കർ ലോറിയാണ്. ദ്രവരൂപത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതൊരു കാറാണ്. ഇത് വാൻ. ഇതാണ് ഡബിൾ ഡക്കർ ബസ്. 2 നിലകളുള്ള ഈ ബസ്സിൽ സാധാരണ ബസ്സുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരിക്കും. ഇത്തരം ലോറികളെ ആർട്ടിക്കുലേറ്റഡ് ലോറി എന്നാണ് വിളിക്കുന്നത്. വലിയ കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ടുപോകാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത്തരം ലോറികൾക്ക് വളരെ കൃത്യമായി തിരിയുവാൻ കഴിയും. ഇതാണ് സ്നോ സ്ലെഡ്ജ്. മഞ്ഞ് വീഴുന്ന പ്രദേശങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പേര് ഇലക്ട്രിക് ട്രോളി എന്നാണ്. ഇതാണ് തീവണ്ടി അഥവാ ട്രെയിൻ. തീവണ്ടി ഓടുന്നത് പ്രത്യേകമായി നിർമ്മിച്ച പാളങ്ങളിലൂടെയാണ്. കൂടുതൽ ആൾക്കാരെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ട്രെയിൻ. ജലഗതാഗതത്തിനുള്ള വാഹനങ്ങൾ. ഇനി വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇതാണ് കപ്പൽ. കടലിലൂടെ ആയിരക്കണക്കിന് ആൾക്കാരെയും കയറ്റിക്കൊണ്ടുപോകാൻ മാത്രം വലിപ്പമുള്ളവയാണ് കപ്പലുകൾ. ഇതാണ് തോണി അഥവാ വഞ്ചി.
പുഴ മുറിച്ചു കടക്കുവാനും മീൻ പിടിക്കുവാനുമൊക്കെയാണ് തോണി ഉപയോഗിക്കുന്നത്. ഇത് പായക്കപ്പൽ അഥവാ യാച്ച്, യാത്ര ചെയ്യുന്നതിനേക്കാൾ മത്സരങ്ങൾക്കാണിത് കൂടുതലായും ഉപയോഗിക്കുന്നത്. പെബി ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ പെബി. ഇനി റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. മറ്റു നഗരങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്ന് വരികയും ചെയ്യുന്ന യാത്രക്കാർ തീവണ്ടിയിൽ കയറുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ്. തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെ പാസഞ്ചേഴ്സ് അഥവാ യാത്രക്കാർ എന്ന് വിളിക്കുന്നു. പ്രത്യേക റെയിൽ പാതയിലൂടെയാണ് തീവണ്ടികൾ സഞ്ചരിക്കുന്നത്. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. യാത്രാ ടിക്കറ്റുകൾ ഇവിടെ നിന്നും വാങ്ങിക്കാം. ഇതൊരു അന്വേഷണ കൗണ്ടറാണ്. തീവണ്ടി വരുന്ന സമയവും മറ്റും ഈ കൗണ്ടറിൽ ചോദിച്ചറിയാം. ഇദ്ദേഹം ഒരു ടിക്കറ്റ് കളക്ടറാണ്. ട്രെയിനിൽ വന്നിറങ്ങുന്ന പാസഞ്ചേഴ്സിന്റെ പക്കൽ നിന്നും ടിക്കറ്റുകൾ കളക്ട് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ഇത് കണ്ടില്ലേ? ഇതാ ഇവിടെ ഒരു വെയിങ് മെഷീൻ. ഇത് ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ സ്റ്റേഷനിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ഇവിടെ കുറേ യാത്രക്കാർ തീവണ്ടി വരുന്നതും കാത്തു നിൽക്കുന്നത് കാണാം. ഇദ്ദേഹം ഒരു പോർട്ടറാണ്. ഇദ്ദേഹമാണ് ലഗേജ് എടുത്തുകൊണ്ട് ചെല്ലുന്നത്. ഇതാ ഇവിടെ ഒരു വിൽപ്പനക്കാരൻ. അയാൾ എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങളാണ് വിൽക്കുന്നത്. ഇത് ഒരു ബുക്ക് സ്റ്റാൾ. ഈ ബുക്ക് സ്റ്റാളിൽ നിന്നും യാത്രക്കാർക്ക് ആവശ്യമായ പുസ്തകങ്ങളും പേപ്പറും വാങ്ങിക്കാം. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇതാ ഒരു ട്രെയിൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതാണ് എഞ്ചിൻ. ഡ്രൈവർ എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് എത്തി നോക്കുന്നത് കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പച്ചക്കൊടിയുണ്ട്. അദ്ദേഹം ഗാർഡിന് സിഗ്നൽ കാണിക്കുകയാണ്. ഗാർഡ് തീവണ്ടിയുടെ ഏറ്റവും പിന്നിലെ കാരേജിലാണുള്ളത്. തീവണ്ടിയിൽ ഒരുപാട് കാരേജുകളുണ്ട്. അവയെല്ലാം തന്നെ എഞ്ചിനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് സിഗ്നൽ. തീവണ്ടി നിർത്തണോ അതോ പുറപ്പെടണോ എന്ന സിഗ്നൽ കാണിക്കുന്ന സംവിധാനമാണിത്. അതാ അവിടെ നോക്കൂ, അതൊരു ഗുഡ്സ് വാഗൺ ആണ്. ചരക്കുകൾ മാത്രമാണ് ആ ട്രെയിനിൽ കയറ്റുന്നത്. ഇതാ ഇദ്ദേഹമാണ് സ്റ്റേഷൻ മാസ്റ്റർ. ഇതാണ് ക്ലോക്ക് റൂം. യാത്രക്കാരുടെ ലഗേജുകൾ ഇവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇതൊരു പാഴ്സൽ ഓഫീസാണ്. പാഴ്സലുകൾ ട്രെയിനിൽ കയറ്റുന്നതിന് മുൻപായി ഇവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇതൊരു വരാന്തയാണ്. യാത്രക്കാർ വിശ്രമിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇതൊരു വെയിറ്റിംഗ് റൂമാണ്. തീവണ്ടി വരുന്നതുവരെ യാത്രക്കാർ ഇവിടെയാണ് കാത്തിരിക്കുന്നത്. റെയിൽവേ പോലീസ് റെയിൽവേ സ്റ്റേഷനുകളിലും തീവണ്ടികളിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. ഇതാണ് റെയിൽവേ മെയിൽ സർവീസ്. ഇവിടെ നിന്നുമാണ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ കത്തുകളും പാഴ്സലുകളും പിരിച്ചയക്കുന്നത്. ഇതൊരു ലെറ്റർ ബോക്സ് ആണ്. ഈ ബോക്സിലാണ് കത്തുകൾ പോസ്റ്റ് ചെയ്യുന്നത്. പെബി ഇൻ ദ ഹോസ്പിറ്റൽ. ആശുപത്രിയിൽ പെബി. ഇവിടെ കുറെ രോഗികൾ ഡോക്ടറെ കാണാനായി കാത്തിരിക്കുന്നത് കാണാം. ഇതാ ഡോക്ടർ. അദ്ദേഹം രോഗിയെ പരിശോധിക്കുന്നു. ഇവരാണ് നഴ്സ്. രോഗികളെ പരിശോധിക്കുവാൻ ഇവർ ഡോക്ടറെ സഹായിക്കുന്നു. ഇതാണ് ഡിസ്പെൻസറി. ഇവിടെയാണ് കമ്പൗണ്ടർ ഉള്ളത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ ഇദ്ദേഹമാണ് എടുത്തുകൊടുക്കുന്നത്. ഇതാ ഒരു വാർഡ് ബോയ്. ആ കുട്ടി ഒരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ. രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇതൊരു ലബോറട്ടറിയാണ്. ഇവിടെ വെച്ചാണ് ലാബ് ടെക്നീഷ്യൻസ് രക്തപരിശോധനയും മറ്റും നടത്തുന്നത്. ആശുപത്രിയിൽ കാണുന്ന ചില ഉപകരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതാണ് എക്സ്റേ മെഷീൻ. ഇതാണ് ലെൻസ് അഥവാ ഭൂതക്കണ്ണാടി. ഇത് ബാൻഡേജ്. ഇത് തെർമോമീറ്റർ. രോഗിയുടെ ശരീരത്തിലെ ഊഷ്മാവ് അറിയുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് സ്റ്റെതസ്കോപ്പ്. രോഗിയുടെ ഹൃദയമിടിപ്പ് അറിയുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് പഞ്ഞി. മുറിവുകൾ വച്ചുകെട്ടാൻ പഞ്ഞി ആവശ്യമാണ്. ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബാഗ്. ഇതാണ് വീൽ ചെയർ. രോഗികളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ളതാണിത്. ഇതാണ് സ്ലിംഗ്. ഇത് സിറിഞ്ച്. ശരീരത്തിൽ മരുന്ന് കുത്തിവെക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പെബി ഇൻ ദ ബീച്ച്. കടൽക്കരയിൽ പെബി. കടൽ കണ്ടില്ലേ? എത്ര വിശാലമായിരിക്കുന്നു. തീരത്തിലുള്ള മണൽ നോക്കൂ. ഇവിടെ കളിക്കാൻ നല്ല രസമാണ്. കടൽ തീരത്തുള്ള ചില ജീവികളെ കാണിച്ചു തരാം. തിരകൾ വന്നടിച്ചു ചിതറുന്ന
ഈ നനഞ്ഞ മണൽ കടൽ തീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന ധാരാളം ജീവികളും ഇവിടെയെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. തിരയിൽ കരയിലേക്ക് വരുന്ന മരച്ചില്ലകൾക്കും കടൽ പായലുകൾക്കുമിടയിൽ ചെറിയ ചെമ്മീനുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കടൽ തീരത്ത് കാണുന്ന കുപ്പയും കരടുമൊക്കെ കടിച്ചു തിന്ന് തീരം വൃത്തിയാക്കുന്ന പണിയാണ് ചെമ്മീനുകൾക്ക്. കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ ഞണ്ടുകളെ കാണാം. വിഷാംശമുള്ള ഈ ഞണ്ടുകൾ കൈകളിൽ ഇറുക്കുവാനും മുറിവേൽപ്പിക്കുവാനും മതി. ഈറനായ മണലിൽ കാണുന്ന വിരകളെ കണ്ടിട്ടില്ലേ? ഇവിടെയുള്ള ഇടുങ്ങിയ ചാലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിരകൾ ചില സമയം ശുദ്ധവായു ശ്വസിക്കാൻ പുറത്തേക്ക് വരും. കടൽക്കരയിൽ കാണുന്ന പക്ഷികൾ ഈ വിരകളെ പിടിച്ചു തിന്നാനാണ് തിരക്ക് കൂട്ടുന്നത്. ഒരു കാര്യം അറിയാമോ? കടൽ തീരത്ത് കാണുന്ന ഈ കാലിയായ ശംഖുകളെല്ലാം തന്നെ അതിനു മുൻപ് ചില ജീവികളുടെ വീടായിരുന്നു എന്നത്. കടൽ കക്കകളും ശംഖുകളും പല വലിപ്പത്തിലും രൂപത്തിലുമുണ്ടെന്ന് കാണാം. ചിലത് സ്പൈറൽ ആകൃതിയിലും മറ്റു ചിലതിന് 2 മൂടികളും ഉള്ളതായി കാണാം. ഈ കടൽ ഒച്ചുകളെ കണ്ടില്ലേ? കടൽ തീരത്ത് കാണുന്ന ഇവ തോട്ടത്തിൽ കാണുന്ന സാധാരണ ഒച്ചുകളെ അപേക്ഷിച്ച് സൂര്യനെ ഒട്ടും കാര്യമാക്കാറില്ല. വരണ്ട കാലാവസ്ഥയിലും ഇവ അങ്ങനെ തന്നെ ഇരിക്കും. ഇതാ ചില കടൽ പക്ഷികൾ. അവ ഒരുപക്ഷെ മീനിനെ അന്വേഷിച്ച് നടക്കുകയാവാം. ഇതാ ഇവിടെ നോക്കൂ, ഇതാണ് ജെല്ലി ഫിഷ്. ഇതിന് വിഷക്കൊമ്പുകൾ ഉള്ളത് കാരണം ഒരിക്കലും കൈകൾ കൊണ്ട് തൊട്ടു നോക്കരുതേ. ഇതിനെ തൊട്ടാൽ തോലിൽ ചൊറിച്ചിലുണ്ടാകും. കടൽക്കരയിലെ കാറ്റെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ നിന്നുകൊണ്ട് കടലിനെ നോക്കി രസിക്കാനാണ് എനിക്കിഷ്ടം. ഇവിടെ ഈ തീരത്ത് കുറേ തെങ്ങുകളുമുണ്ട്. കടൽ തീരത്ത് നിന്നുകൊണ്ട് സൂര്യോദയവും സൂര്യാസ്തമനവും കാണാൻ നല്ല രസമാണ്. പെബി ഇൻ ദ പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലത്ത് പെബി. കളിക്കുവാനും രസകരമായി സമയം കളയുവാനുമുള്ള സ്ഥലമാണ് കളിസ്ഥലം. കായികാഭ്യാസങ്ങൾ കാണിക്കുവാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് കളിസ്ഥലം അഥവാ പ്ലേ ഗ്രൗണ്ട്. അതായത് റണ്ണിംഗ്, സ്കിപ്പിംഗ്, ക്ലൈംബിംഗ്, ജമ്പിംഗ് ഇങ്ങനെയുള്ളവ. ആധുനിക രീതിയിലുള്ള കളിസ്ഥലങ്ങളിൽ പല വിനോദോപാധികളും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് സീസോ, മെറിഗോ റൗണ്ട്, ഊഞ്ഞാൽ, സ്ലൈഡ്, ക്ലൈംബർ, ജംഗൽ ജിം, ചിനപ്പ് ബാർസ്, പാരലൽ ബാർസ്, ഓവർഹെഡ് ബാർസ്, പ്ലേ ഹൗസ്, മെയ്സ് എന്നിവ. കുട്ടികൾക്ക് വ്യായാമം ലഭിക്കുന്നതിനും ശക്തി ആർജിക്കുവാനും ശാരീരിക ആയാസം ലഭിക്കുവാനും ഇത് വഴിയൊരുക്കുന്നു. പ്ലേ ഗ്രൗണ്ടിൽ മറ്റു പലതരം കളികളും അരങ്ങേറാറുണ്ട്. പെബി ഇൻ ദ ഹോസ്പിറ്റൽ, ആശുപത്രിയിൽ പെബി. ഇവിടെ കുറെ രോഗികൾ ഡോക്ടറെ കാണാനായി കാത്തിരിക്കുന്നത് കാണാം. ഇതാ ഡോക്ടർ. അദ്ദേഹം രോഗിയെ പരിശോധിക്കുന്നു. ഇവരാണ് നഴ്സ്. രോഗികളെ പരിശോധിക്കുവാൻ ഇവർ ഡോക്ടറെ സഹായിക്കുന്നു. ഇതാണ് ഡിസ്പെൻസറി. ഇവിടെയാണ് കമ്പൗണ്ടർ ഉള്ളത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ ഇദ്ദേഹമാണ് എടുത്തുകൊടുക്കുന്നത്. ഇതാ ഒരു വാർഡ് ബോയ്. ആ കുട്ടി ഒരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ. രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇതൊരു ലബോറട്ടറിയാണ്. ഇവിടെ വെച്ചാണ് ലാബ് ടെക്നീഷ്യൻസ് രക്തപരിശോധനയും മറ്റും നടത്തുന്നത്. ആശുപത്രിയിൽ കാണുന്ന ചില ഉപകരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതാണ് എക്സ്റേ മെഷീൻ. ഇതാണ് ലെൻസ് അഥവാ ഭൂതക്കണ്ണാടി. ഇത് ബാൻഡേജ്. ഇത് തെർമോമീറ്റർ. രോഗിയുടെ ശരീരത്തിലെ ഊഷ്മാവ് അറിയുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് സ്റ്റെതസ്കോപ്പ്. രോഗിയുടെ ഹൃദയമിടിപ്പ് അറിയുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് പഞ്ഞി. മുറിവുകൾ വച്ചുകെട്ടാൻ പഞ്ഞി ആവശ്യമാണ്. ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബാഗ്. ഇതാണ് വീൽ ചെയർ. രോഗികളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ളതാണിത്. ഇതാണ് സ്ലിംഗ്. ഇത് സിറിഞ്ച്. ശരീരത്തിൽ മരുന്ന് കുത്തിവെക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പെബി ഇൻ ദ സ്കൂൾ, സ്കൂളിൽ പെബി. കുട്ടികളെ, നിങ്ങൾ എപ്പോഴെങ്കിലും സ്കൂൾ സന്ദർശിച്ചിട്ടുണ്ടോ? വരൂ, നമുക്കൊരു സ്കൂൾ ചെന്ന് കാണാം. ഇതാണ് സ്കൂൾ കെട്ടിടം. ഈ സ്കൂൾ കെട്ടിടങ്ങൾക്കരികിലായി ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഈ സ്കൂൾ കെട്ടിടത്തിനകത്തേക്ക് ചെന്ന് അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് റിസപ്ഷൻ അഥവാ സ്വീകരണമുറി. ഇവരാണ് റിസപ്ഷനിസ്റ്റ്.
ഇതാണ് സ്കൂളിന്റെ ഓഫീസ്. ഇവിടെ ധാരാളം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്. സ്കൂൾ ഫീസ് ഇവിടെയാണ് അടയ്ക്കുന്നത്. ഇതാണ് പ്രിൻസിപ്പലിന്റെ മുറി. ഇതാണ് സ്റ്റാഫ് റൂം. സ്കൂളിലെ അധ്യാപകരെല്ലാവരും ഇവിടെ കൂടിയിരുന്ന് എന്തോ ചർച്ച ചെയ്യുകയാണ്. ഇതാണ് ലൈബ്രറി, വായനശാല. ഇദ്ദേഹമാണ് ലൈബ്രറിയൻ. ലൈബ്രറി ഒരു ശാന്തമായ സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം. ഇതൊരു ലബോറട്ടറിയാണ്. ഇതാണ് കമ്പ്യൂട്ടർ ലാബ്. വിദ്യാർത്ഥികൾ ഇവിടെ ഇരുന്നാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഇതാണ് അസംബ്ലി ഹാൾ. കലാപരിപാടികളും മീറ്റിംഗുകളും ഇവിടെയാണ് നടക്കുന്നത്. ഇതൊരു ബുക്ക് ഷോപ്പാണ്. നോട്ട് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും പെൻസിലും പേനയും ഒക്കെ ഇവിടെ കിട്ടും. ഇതൊരു മെഡിക്കൽ റൂമാണ്. ഇവിടെ വെച്ചാണ് ഡോക്ടർ വിദ്യാർത്ഥികളെ പരിശോധിക്കുന്നത്. ഇതാണ് കളിസ്ഥലം. ഈ മൈതാനത്തിൽ ഓടിക്കളിക്കാൻ നല്ല രസമായിരിക്കും. ഇവിടെ നമുക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നിങ്ങനെയുള്ള ഒരുപാട് കളികൾ കളിക്കാം. ഇതാണ് ക്ലാസ് മുറി. ടീച്ചർ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാം. കുട്ടികൾ ടീച്ചർ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് കണ്ടില്ലേ? ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ അനാവശ്യമായി സംസാരിക്കരുത്. ഈ ക്ലാസ് മുറിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ബ്ലാക്ക് ബോർഡ്. ഇതൊരു കസേരയാണ്. ഇതൊരു മേശയാണ്. ഇത് രജിസ്റ്റർ. ഇതാണ് ഡസ്റ്റർ. ഇതൊരു സ്റ്റൂളാണ്. ഇതൊരു ഡെസ്കാണ്. ഇതൊരു ബെഞ്ചാണ്. ഇത് ഒരു പേപ്പർ ഷീറ്റ്. ഇതൊരു പെൻസിലാണ്. ഇത് മായ്ക്കാനുള്ള എറേസർ. ഇതൊരു ചാർട്ട്. ഇതൊരു ഭൂപടം അല്ലെങ്കിൽ മാപ്പാണ്. ഇതൊരു പശക്കുപ്പിയാണ്. ഇതൊരു സ്ലേറ്റാണ്. ഇതൊരു കോൾ ബെല്ലാണ്. ഇത് പേന. ഇത് പഞ്ചിങ് മെഷീൻ. ഇത് ബോൾ പെന്നാണ്. ഇതാണ് സ്റ്റേപ്ലർ. ഇത് ബ്രഷ്. ഇവയാണ് ക്രയോണുകൾ. ഇവ ചോക്ക് പീസുകളാണ്. ഇത് നോട്ട്ബുക്ക്. ഇത് സ്കെയിൽ. ഇത് ഗ്ലോബ് അഥവാ ഭൂഗോളം. പൊസിഷൻസ്, നിലകളും സ്ഥാനങ്ങളും. ഈ പുസ്തകം മേശയുടെ ഇടതുവശത്താണുള്ളത്. ആ പുസ്തകം മേശയുടെ വലതുവശത്താണുള്ളത്. ഈ പുസ്തകം 2 പുസ്തകങ്ങളുടെ മധ്യത്തിൽ ആണുള്ളത്. ഇത് അരികിലാണുള്ളത്. വിളക്ക് മേശയുടെ അരികിലാണ്. ഡപ്പി കസേരയുടെ പുറത്താണുള്ളത്. ഈ വസ്ത്രങ്ങൾ മുകളിലും ഈ വസ്ത്രങ്ങൾ താഴെയുമാണ്. കുറുക്കൻ അകത്തും ചുണ്ടലി പുറത്തുമാണ്. ഈ കുട്ടി സ്ക്രീനിന്റെ മുൻഭാഗത്താണുള്ളത്. അവന്റെ ചേച്ചിയാകട്ടെ സ്ക്രീനിന്റെ പിൻഭാഗത്താണുള്ളത്. ഈ കുട്ടിയാണ് 1-ാം സ്ഥാനത്ത്. അടുത്ത കുട്ടിയാണ് 2-ാം സ്ഥാനത്ത്. ഈ കുട്ടി 3-ാം സ്ഥാനത്തും ഈ കുട്ടിയാണ് ഏറ്റവും ഒടുവിലുള്ളത്. ഈ കുട്ടി മേശയുടെ മുൻപിലും ആ കുട്ടി മേശയുടെ പിന്നിലുമാണ്. ഈ കുട്ടി നേരത്തെ വന്നു. ഈ കുട്ടി വൈകിയാണ് എത്തിയത്. പക്ഷി മേശയുടെ മുകൾ വശത്താണ്. മുയൽ താഴെയാണുള്ളത്. ഈ കുട്ടി മുകളിലേക്ക് പോകുന്നു. ഈ കുട്ടി മുകളിലെത്തി. ഈ കുട്ടി താഴേക്ക് പോവുകയാണ്. ഈ കുട്ടി അടിയിലാണുള്ളത്. ഇതാ ഒരാൾ തലകീഴായി നിൽക്കുന്നു. ടെക്നോളജി, സാങ്കേതികത. കൂട്ടുകാരെ, ഇനി നമുക്കിപ്പോൾ ഉപയോഗത്തിലുള്ള ചില ആധുനിക സാങ്കേതിക ഉപകരണങ്ങളെ പരിചയപ്പെടാം. ഇതാണ് കാൽക്കുലേറ്റർ. ഇതാണ് ടെലിഫോൺ. ഇത് ഒരു മൊബൈൽ ഫോണാണ്. ഇത് ഒരു കമ്പ്യൂട്ടറാണ്. ഇത് ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറാണ്. ഇത് ഒരു വീഡിയോ ക്യാമറയാണ്. ഇത് ഒരു ക്യാമറയാണ്. ഇതാണ് ഡിഷ് ആന്റിന. ഇത് ഇയർഫോണുകളാണ്. ഇത് ഒരു വീഡിയോ ഫോണാണ്. ഇതാണ് കൃത്രിമ ഉപഗ്രഹം അഥവാ സാറ്റലൈറ്റ്. ഇത് ഒരു റിമോട്ട് കൺട്രോൾ ആണ്. സമയം, ടൈം.
ഇനി നമുക്ക് ഒരു വർഷത്തിലുള്ള മാസങ്ങളും ആഴ്ച ദിവസങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ് ഉള്ളത്. അവ യഥാക്രമം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നിവയാണ്. ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. ഇതിൽ ഒരു വർഷം അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്നാണ് അറിയപ്പെടുന്നത്. 4 വർഷത്തിലൊരിക്കലാണ് അതിവർഷം അഥവാ ലീപ്പ് ഇയർ വരുന്നത്. അതിവർഷത്തിൽ 366 ദിവസങ്ങൾ ഉണ്ടാവും. ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ആഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ എന്നിവയാണ്. എന്നീ മാസങ്ങളിൽ 31 ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ എന്നീ മാസങ്ങളിൽ 30 ദിവസങ്ങളേ ഉള്ളൂ. 28 ദിവസങ്ങളുള്ള ഒരേ ഒരു മാസം ഫെബ്രുവരി മാത്രമാണ്. എന്നിരുന്നാലും ഓരോ അതിവർഷത്തിലും ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. 4 ആഴ്ചകളാണ് ഒരു മാസം. 7 ദിവസങ്ങൾ ചേർന്നതാണ് ഒരാഴ്ച. അവ യഥാക്രമം സൺഡേ ഞായർ, മൺഡേ തിങ്കൾ, ട്യൂസ്ഡേ ചൊവ്വ, വെനസ്ഡേ ബുധൻ, തേഴ്സ്ഡേ വ്യാഴം, ഫ്രൈഡേ വെള്ളി, സാറ്റർഡേ ശനി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമെല്ലാം കാലണ്ടറിൽ കാണാം. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറുകളാണ്. ഒരു ദിവസത്തെ 4 ഭാഗങ്ങളായി പിരിക്കാം: പ്രഭാതം, മധ്യാഹ്നം, സായാഹ്നം, രാത്രി. സമയം. ഇനി നമുക്ക് മണിക്കൂറുകളെക്കുറിച്ചും മിനിറ്റുകളെക്കുറിച്ചും പഠിക്കാം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുകളുണ്ട്. ഒരു മണിക്കൂറിൽ 60 നിമിഷങ്ങളുണ്ട്. ഒരു നിമിഷം എന്നത് 60 സെക്കൻഡുകളാണ്. ഒരു മണിക്കൂറിൽ 3600 സെക്കൻഡുകളാണ് ഉള്ളത്. ഘടികാരം അഥവാ ക്ലോക്കിന്റെ സഹായത്തോടെ നമുക്ക് സമയം അറിയാനാകും. ടൂൾസ്, പണിയായുധങ്ങൾ. ഇതാണ് വാട്ടറിംഗ് ക്യാൻ. ചെടികൾക്ക് വെള്ളം നനയ്ക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ബ്രഷാണ്. ഫേർണിച്ചറും ചുവരുകളുമെല്ലാം പെയിന്റ് അടിക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതാണ് പ്ലേയേഴ്സ്. വയറും കമ്പിയുമെല്ലാം വളയ്ക്കുമ്പോൾ അവ മുറുകെ പിടിക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഡ്രില്ലിംഗ് മെഷീൻ. മരത്തിലും ലോഹങ്ങളിലുമെല്ലാം തുളയ്ക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഹോ അഥവാ മൺവെട്ടി. മണ്ണിൽ ചാല് കീറുവാനും മറ്റും ഉപയോഗിക്കുന്നു. ഇതാണ് ഇലക്ട്രിക് സോ. മരം മുറിക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഹാൻഡ് ഫോർക്ക്. ചെടികളുടെ വേര് കേടുവരാതെ മണ്ണിളക്കി മറിക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതാണ് ഓയിൽ ഡ്രോപ്പർ. യന്ത്രഭാഗങ്ങളിൽ എണ്ണയിടുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇലക്ട്രിക് ലോൺ മോവർ. പുല്ല് വെട്ടുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ലോൺ റേക്ക്. ചപ്പുചവറുകൾ നീക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കുമ്മായ കരണ്ടി അഥവാ മേസൺ ട്രവൽ. കെട്ടിടം നിർമ്മിക്കുമ്പോൾ നനഞ്ഞ സിമന്റ് കോരിയെടുത്ത് തേക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് അരിവാൾ. പുല്ലും ചെടികളുമൊക്കെ അരിഞ്ഞെടുക്കുവാനുള്ള മൂർച്ചയുള്ള ആയുധമാണിത്. ഇതാണ് പിക്ക് ആക്സ്. കട്ടിയുള്ള മണ്ണിൽ കുഴി വെട്ടുവാൻ ഉപയോഗിക്കുന്നു. ഇത് സ്ക്വയർ സ്കെയിൽ അഥവാ ട്രൈ സ്ക്വയർ. ഇത് അളക്കുവാൻ ഉപയോഗിക്കുന്നു. ഇതാണ് സ്പാനർ. നട്ടും ബോൾട്ടും അഴിക്കുവാനും മുറുക്കുവാനും ഇത് ഉപയോഗിക്കുന്നു. ഇതാണ് വീൽ ബാരോ. ഭാരമുള്ള വസ്തുക്കളെ ഉന്തിക്കൊണ്ടു പോകാനുള്ള വണ്ടിയാണിത്. ഇതാണ് ടൂൾ കിറ്റ്. പലതരത്തിലുള്ള പണിയായുധങ്ങളാണ് ഇതിലുള്ളത്. ഇതൊരു കോടാലിയാണ്. മരം മുറിക്കുവാനും വിറക് വെട്ടുവാനും ഉപയോഗിക്കുന്നു. ഇതാണ് ഷവൽ ഫോർക്ക്. മണ്ണ് മാന്തുവാനാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ചുറ്റിക. ചുവരിൽ ആണിയടിക്കുവാനും മറ്റും ഇത് ഉപയോഗിക്കുന്നു. ഇതൊരു സ്ക്രൂ ആണ്. 2 വസ്തുക്കളെ നല്ല ബലമായി ചേർക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് തൂമ്പ അഥവാ സ്പേഡ്. ഇത് മണ്ണിൽ കുഴി തോണ്ടുവാനും മറ്റും ഉപയോഗപ്പെടും. ഇതാണ് കത്രിക. കത്രിക കൊണ്ട് കടലാസും തുണികളുമൊക്കെ കൃത്യമായി മുറിക്കുവാൻ സാധിക്കും. ഇതിന്റെ പേരാണ് പിൻസേഴ്സ്. ചുമരിൽ നിന്നും പലകയിൽ നിന്നുമൊക്കെ ആണി പറിക്കുവാൻ ഉപയോഗിക്കുന്നു.
ഇതൊരു ബോട്ടിൽ ഓപ്പണർ ആണ്. കുപ്പികളുടെ മൂടി തുറക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ പേരാണ് ഷിയേഴ്സ്. പൂന്തോട്ടത്തിൽ ചെടികൾ വെട്ടിയൊതുക്കുവാൻ ഉപയോഗിക്കുന്നു. ഇതിന്റെ പേരാണ് റിഞ്ച്. നട്ടുകളും ബോൾട്ടുകളും ഒക്കെ അഴിക്കുവാനും മുറുക്കുവാനും വാഹനങ്ങൾ. കുട്ടികളെ, ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന പലതരം വാഹനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വ്യോമഗതാഗതത്തിനുള്ള വാഹനങ്ങൾ. ഇവയൊക്കെയാണ് സാധാരണയായി നാം ആകാശത്ത് കാണുന്ന വാഹനങ്ങൾ. ചിലത് ആൾക്കാരെ കൊണ്ടുപോകാനുള്ളതും ചിലത് വെറുതെ തമാശയ്ക്ക് വേണ്ടി മാത്രം പറപ്പിക്കുന്നവയുമാണ്. ഇതാണ് എയ്റോപ്ലെയിൻ, വിമാനം. ഇതാണ് റോക്കറ്റ്. ഇതാണ് ഹെലികോപ്റ്റർ. ഇതൊരു ഹോട്ട് എയർ ബലൂൺ ആണ്. ഇതാണ് ഹാങ് ഗ്ലൈഡർ. റോഡ് ഗതാഗതത്തിനുള്ള വാഹനങ്ങൾ. ഇതാണ് ടെമ്പോ വാൻ. സാധനങ്ങൾ കൊണ്ടുപോകാനും ഉപയോഗിക്കാം. ഇതൊരു ലോറിയാണ്. ഇതിലാണ് ഭാരിച്ച ചരക്കുകൾ കൊണ്ടുപോകുന്നത്. ഇത് ഒരു ട്രാക്ടറാണ്. വയൽ ഉഴുവാനും സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാനും ഇത് ഉപകരിക്കും. ഇതൊരു ബസ്സാണ്. ആൾക്കാരെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള വാഹനമാണ് ബസ്. ഇതൊരു മോപ്പെഡാണ്. മോപ്പെഡിൽ 2 പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു സ്കൂട്ടറാണ്. ഇത് മോട്ടോർ ബൈക്ക്. ഇതാണ് ജീപ്പ്. ഇത് ഒരു ഓട്ടോറിക്ഷയാണ്. ഇതാണ് ആംബുലൻസ് വാഹനം. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു വാഗനാണ്. ഇത് ടാങ്കർ ലോറിയാണ്. ദ്രവരൂപത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതൊരു കാറാണ്. ഇത് വാൻ. ഇതാണ് ഡബിൾ ഡക്കർ ബസ്. 2 നിലകളുള്ള ഈ ബസ്സിൽ സാധാരണ ബസ്സുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരിക്കും. ഇത്തരം ലോറികളെ ആർട്ടിക്കുലേറ്റഡ് ലോറി എന്നാണ് വിളിക്കുന്നത്. വലിയ കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ടുപോകാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത്തരം ലോറികൾക്ക് വളരെ കൃത്യമായി തിരിയുവാൻ കഴിയും. ഇതാണ് സ്നോ സ്ലെഡ്ജ്. മഞ്ഞ് വീഴുന്ന പ്രദേശങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പേര് ഇലക്ട്രിക് ട്രോളി എന്നാണ്. ഇതാണ് തീവണ്ടി അഥവാ ട്രെയിൻ. തീവണ്ടി ഓടുന്നത് പ്രത്യേകമായി നിർമ്മിച്ച പാളങ്ങളിലൂടെയാണ്. കൂടുതൽ ആൾക്കാരെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ട്രെയിൻ. ജലഗതാഗതത്തിനുള്ള വാഹനങ്ങൾ. ഇനി വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇതാണ് കപ്പൽ. കടലിലൂടെ ആയിരക്കണക്കിന് ആൾക്കാരെയും കയറ്റിക്കൊണ്ടുപോകാൻ മാത്രം വലിപ്പമുള്ളവയാണ് കപ്പലുകൾ. ഇതാണ് തോണി അഥവാ വഞ്ചി. പുഴ മുറിച്ചു കടക്കുവാനും മീൻ പിടിക്കുവാനുമൊക്കെയാണ് തോണി ഉപയോഗിക്കുന്നത്. ഇത് പായക്കപ്പൽ അഥവാ യാച്ച്. യാത്ര ചെയ്യുന്നതിനേക്കാൾ മത്സരങ്ങൾക്കാണിത് കൂടുതലായും ഉപയോഗിക്കുന്നത്. വെതർ, കാലാവസ്ഥ. ഒരു വർഷത്തിൽ 4 ഋതുക്കളാണുള്ളത്. ആദ്യമായി ശൈത്യകാലം. വളരെ തണുപ്പുള്ള കാലമാണിത്. അടുത്തതായി വസന്തകാലം. ഈ കാലത്താണ് ചെടികളും മരങ്ങളും പൂക്കുന്നത്. മരങ്ങൾ പുതിയതായി തഴച്ചു വളരുന്ന കാലം. വേനൽക്കാലം. വളരെയധികം ചൂടുള്ള കാലമാണിത്. ശരത്കാലം അഥവാ ഇലയുതിർ കാലത്ത് മരങ്ങളുടെ ഇലകൾ കൊഴിയുവാൻ തുടങ്ങും. ശൈത്യകാലം തുടങ്ങുവാനിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ തണുത്ത കാറ്റ് വീശുവാൻ തുടങ്ങും. ഇതാണ് മിന്നൽ. മേഘങ്ങളിലുള്ള പോസിറ്റീവ്, നെഗറ്റീവ് ചാർജുകൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുന്നു. ചിലപ്പോഴെല്ലാം മിന്നൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരാറുണ്ട്. മിന്നൽ കണ്ടുകഴിഞ്ഞതും ഇടിവെട്ടുന്ന ശബ്ദം കേൾക്കാം. ഇതാണ് കാറ്റ്. ഇത് വളരെ പരുക്കനായി തോന്നാം. ഇതാണ് മഴക്കാലം. ഇത് മഞ്ഞുവീഴ്ചയാണ്. ഇതാണ് മഞ്ഞ്. ഇവയെല്ലാം മേഘങ്ങളാണ്. ഇതാ മഴ പെയ്യുന്നത് കണ്ടില്ലേ? ഇങ്ങനെയാണ് ആലിപ്പഴം പൊഴിയുന്നത്. ആലിപ്പഴം എന്നത് തണുത്തുറഞ്ഞ വെള്ളത്തിന്റെ കട്ടകളാണ്. ഈ കട്ടകൾ മഴ പെയ്യുന്നതുപോലെ തറയിൽ വന്ന് വീഴും. ഇതാണ് മൂടൽ മഞ്ഞ്. ഇതൊരു ചുഴലിക്കൊടുങ്കാറ്റാണ്. ഇതൊരു കൊടുങ്കാറ്റാണ്. ഇതാണ് വെള്ളപ്പൊക്കം. കരയിൽ വെള്ളം പൊങ്ങുന്നതാണ് വെള്ളപ്പൊക്കം. കനത്ത മഴയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. ഇതാണ് ഭൂകമ്പം. ഭൂമിയുടെ അടിഭാഗത്തുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് ഉപരിതലത്തിൽ കുലുക്കമുണ്ടാക്കുന്നത്. ഭൂമിക്കടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ് ഇതിന് കാരണം.
ഇതാണ് സുനാമി എന്നറിയപ്പെടുന്നത്. കടലിനടിയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോഴാണ് കടലിൽ സുനാമി ഉണ്ടാകുന്നത്. പെബിൾസ് മലയാളം.